ഈ ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് വലിയ തിരിച്ചടി. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, വലിയ തിരിച്ചടിയാണ് സിദ്ദിഖിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. അതിനർത്ഥം അറസ്റ്റ് അടക്കമുള്ള തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കാം എന്നതാണോ? മനു, തീർച്ചയായും അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കുന്നതിന് ഇനിയൊരു തടസ്സവുമില്ല. വേണമെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചോദ്യം ചെയ്യലൊന്നും ഇല്ലാതെ നേരിട്ട് മൊഴിയുടെ അടിസ്ഥാനത്തിൽ നേരിട്ട് വീട്ടിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാം. കാരണം മ്യൂസിയം പോലീസ് ആണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നതിനാൽ പ്ലേസ് ഓഫ് ഒക്കറൻസ് തിരുവനന്തപുരം മസ്കോറ്റ് ഹോട്ടൽ ആണ് എന്നതിനാലും അവിടെ എത്തിയായിരിക്കും തുടർ നടപടികൾ നടത്തേണ്ടത്. സിദ്ദീഖ് കൊച്ചിയിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വേണമെങ്കിൽ ഇന്ന് തന്നെ അന്വേഷണ സംഘത്തിന് സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തിന് കൊണ്ടുപോകാം എന്നുള്ളതാണ് സാഹചര്യം. അല്ലെങ്കിൽ വിളിച്ചു വരുത്തി ഈ മൊഴിയുടെയും മറ്റു വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്താം എന്നുള്ളതും അതിന്റെ നിയമവശമാണ്. രണ്ടിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇത് ഈ സിദ്ദീഖുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്നത് SITയിലെ സൗത്ത് കേസുകൾ അന്വേഷിക്കുന്ന, തെക്ക് നടന്ന കേസുകൾ അന്വേഷിക്കുന്ന SITയിലെ പ്രത്യേക വിഭാഗമാണ്. അവരാണ് ഇതിൽ തുടർ നടപടി സ്വീകരിക്കേണ്ടത്. ഇത് 3 മേഖലകളായി തിരിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തെ വെവ്വേറെ കേസുകൾ ഏൽപ്പിക്കുന്നത്. സിദ്ദീഖിനെതിരായി ഉയർന്ന പരാതി അന്വേഷിക്കുന്നത് ഈ വിഭാഗമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരാണ് ഇതിൽ തുടർ നടപടി സ്വീകരിക്കേണ്ടത്. സിദ്ദീഖിന് തിരിച്ചടിയായത് ഇത് ചുമത്തിയിരിക്കുന്ന കേസുകൾ, വകുപ്പുകൾ തന്നെയാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമം 376 പ്രകാരം ബലാത്സംഗവും IPC 506 പ്രകാരം ക്രിമിനൽ ഭീഷണിപ്പെടുത്തലുമാണ് സിദ്ദീഖിനെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ. അതിന് കാരണമുണ്ട്. ഈ ആരോപണം ഉന്നയിച്ച നടി FIS-ൽ പ്രഥമ വിവര മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ സിദ്ദീഖ് ബലാത്സംഗം ചെയ്തു എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബലാത്സംഗ കുറ്റം ചുമത്തിയാണ് FIR ഇട്ടിരിക്കുന്നത്. വലിയ തിരിച്ചടി. അത് തന്നെ സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് എന്ന് പറയേണ്ടി വരും. സിദ്ദീഖിന് പ്രതിസന്ധിയായത് ആ മൊഴി തന്നെയാണ്. മാത്രമല്ല, മൊഴിയെ തുടർന്ന് അന്വേഷണ സംഘം നടത്തിയ തുടരന്വേഷണവും സിദ്ദീഖിന് വലിയ തിരിച്ചടി ലഭിച്ചിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം അന്വേഷണ സംഘം മുമ്പാകെ നടി നൽകിയ മൊഴിയിൽ സാഹചര്യ തെളിവുകൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ആ സാഹചര്യ തെളിവുകളാണ് ഇന്ന് കോടതി പരിശോധിച്ചത്. തീർച്ചയായും, അതായത് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളല്ലേ, അതായത് സാഹചര്യ തെളിവുകൾ, സാക്ഷിമൊഴികൾ, ഒപ്പം തന്നെ ഈ നടി ചികിത്സ തേടിയതിന്റെ അടക്കമുള്ള കൃത്യമായ രേഖകളടക്കം കഴിഞ്ഞ ദിവസത്തെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ആ കൃത്യമായ അന്വേഷണ നടപടികളാണല്ലേ ഇവിടെ തിരിച്ചടിയായത്? തീർച്ചയായും അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ കൃത്യതയോടെ പ്രവർത്തിച്ചു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അന്വേഷണ സംഘത്തെയും സർക്കാരിനെയും ഈ പരാതി ഉന്നയിച്ച നടി വിശ്വാസത്തിലെടുത്തു എന്നതിലും തർക്കമില്ല. ഇതിൽ പ്രധാനപ്പെട്ടത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് എന്നുള്ളതാണ്. ഇവർ പരാതിയുമായി പോലീസിനെ സമീപിക്കാൻ ഉണ്ടായ ഒരു സാഹചര്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിൽ നിർണായകമായി. അതിനെ തുടർന്ന് സർക്കാർ നിയോഗിച്ച സംഘത്തിന്റെ തീരുമാനം അതിൽ നിർണായകമായി. കോടതി അത് പ്രത്യേകം പറയുകയും ചെയ്തു. ഈ നടിയുടെ മൊഴിയെ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ജസ്റ്റിസ് CS ഡേസ് ഇന്ന് ഓപ്പൺ കോടതിയിൽ പറഞ്ഞത്. നമുക്കൊക്കെ അറിയുന്ന പോലെ 2016 ജനുവരി 29 ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നായിരുന്നു യുവതിയുടെ മൊഴി. യുവനടി ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ഇങ്ങനെയായിരുന്നു: തിരുവനന്തപുരത്ത് നിള തിയേറ്ററിൽ സിനിമ പ്രിവ്യൂ കഴിഞ്ഞിറങ്ങിയ ശേഷം മസ്കോറ്റ് ഹോട്ടലിൽ വിളിച്ചു വരുത്തി ബലം പ്രയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു. ഇതാണ് അവരുടെ FIS-ലും പരാതിയിലുമുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 376 506 പ്രകാരം ബലാത്സംഗത്തിനും ക്രിമിനൽ ഭീഷണിപ്പെടുത്തലും കേസെടുത്തത്. കേസെടുത്തതിനെ തുടർന്ന് വിശദമായ അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരുന്നു. അതിൽ ചില നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നടി നൽകിയ മൊഴിയുമായി പൊരുത്തപ്പെടുന്നതാണോ മസ്കറ്റ് ഹോട്ടലിൽ അന്നത്തെ സാഹചര്യങ്ങൾ എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്ന്, ഇവർ രണ്ടുപേരും പ്രതിയും ഇരയും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടേണ്ടതുണ്ട്. പ്രതി സിദ്ദീഖ് അവിടെ ഉണ്ടായിരുന്നു എന്നതിന് ശാസ്ത്രീയമായ തെളിവ് അന്വേഷണ സംഘത്തിന് അവിടെ നിന്ന് ലഭിച്ചു. അത് ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ദീഖ് അവിടെ മുറി എടുത്തിരുന്നു. അത് രജിസ്റ്റർ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുറി ഈ പരാതിക്കാരി ഉന്നയിച്ച അതേ റൂം നമ്പറിൽ സിദ്ദീഖ് അന്ന് താമസിച്ചു എന്നതിന് അവിടുത്തെ രജിസ്റ്റർ തന്നെ കൃത്യമായ തെളിവായി മാറി എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ നടി അവിടെ എത്തിയിരുന്നോ എന്നുള്ളതിന് നടി റൂം എടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ സന്ദർശക രജിസ്റ്ററിലാണ് പേര് എഴുതേണ്ടത്. ആ സന്ദർശക രജിസ്റ്ററുടെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് പൂർണ്ണമായി 2016 ആയതുകൊണ്ട് 8 വർഷത്തിന് മുകളിലായി. അതുകൊണ്ട് ഈ പഴയ സന്ദർശക രജിസ്റ്റർ അവിടെ പൂർണ്ണമായി ആദ്യഘട്ടത്തിൽ അവരുടെ കൈവശം ലഭിച്ചിട്ടില്ല. പിന്നീട് നമ്മൾ അറിയുന്നത് അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഈ സന്ദർശക രജിസ്റ്ററിന്റെ പകർപ്പും അന്വേഷണ സംഘം ശേഖരിച്ചു എന്ന വിവരം കിട്ടുന്നുണ്ട്. അത് പക്ഷെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എങ്കിലും അത് രണ്ടും കൂടി ചേർത്ത് ഓക്കെ ആണെങ്കിൽ സിദ്ദീഖിന് ചെറുതല്ലാത്ത കുരുക്കാണ് സംഭവിക്കുക. മറ്റൊന്ന്,
സിദ്ദീഖിനെതിരെ അന്വേഷണ സംഘത്തിന് ലഭിച്ച പ്രധാനപ്പെട്ട ഒരു തെളിവ് ഇവർ നൽകിയ മൊഴിയും സാഹചര്യ തെളിവുകളുമായി പൊരുത്തപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിദ്ദീഖ് തന്നെ വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന മുറിയിൽ ആ സമയത്തെ പൊതു സാഹചര്യങ്ങൾ സിദ്ദീഖ് എടുത്ത മുറിയുമായി ബന്ധപ്പെട്ട് വസ്തുതാപരമാണ് എന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിദ്ദീഖ് അന്ന് എടുത്ത മുറി, ആ മുറിയിൽ നിന്ന് പുറത്തേക്കുള്ള ദൃശ്യങ്ങൾ, ആ മുറിക്കുള്ളിലെ കാഴ്ചകൾ ഒക്കെയും അന്വേഷണ സംഘം ഈ നടി കൊടുത്ത മൊഴിയുമായി പൊരുത്തപ്പെടുന്നതായിരുന്നു. ഒപ്പം തന്നെ ആ മുറിയിലെ കർട്ടന്റെ കളറ് ഉൾപ്പെടെ അന്ന് ഉപയോഗിച്ചിരുന്ന ജനാല കർട്ടന്റെ കളറ്, അതിൽ ഗ്ലാസ് വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയാൽ കാണുന്ന കാഴ്ചകൾ ഒക്കെ അന്വേഷണ സംഘത്തിന് ഈ നടി മൊഴിയിൽ പറഞ്ഞിരുന്നു. അതൊക്കെ വസ്തുതാപരമാണ്, ശരിയാണ് എന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന്, സിദ്ദീഖ് ആ ദിവസം കഴിച്ച ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഓർഡർ ചെയ്ത മെനു അത് ഊണും മീൻകറിയുമാണ് എന്നായിരുന്നു യുവതി നൽകിയ മൊഴി. അത് ഈ അവിടുത്തെ ഹോട്ടലിലെ രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ അന്ന് സിദ്ദീഖിന്റെ റൂമിലേക്ക് സെർവ് ചെയ്തിരിക്കുന്ന ഫുഡ് ഇത് തന്നെയായിരുന്നു എന്ന് വ്യക്തമായി. അപ്പോൾ വലിയ തെളിവുകൾ ഇതിലുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ നടി കൊടുത്ത പരാതിയിലും നടി നൽകിയ പ്രഥമ വിവര മൊഴിയിലും പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും വസ്തുതാപരമാണ് എന്ന് അന്വേഷണത്തിൽ ഏറ്റവും ഗൗരവതരമായ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ, നേരത്തെ സാലി പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് ശേഷം അറസ്റ്റ്, അതല്ലെങ്കിൽ നേരിട്ട് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകാനുള്ള കൂടിയ സാധ്യതയാണോ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്? മനു, അത് അന്വേഷണ സംഘമാണ് പൂർണ്ണമായിട്ട് തീരുമാനിക്കേണ്ടത്. അതിന്റെ സാധ്യതകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പ്രകാരമാണ്. ഈ കേസിൽ ബലാത്സംഗം 376 ഉള്ളത് കൊണ്ട് തന്നെ ഇനി ഇയാളെ വിളിച്ചു വരുത്തിയൊരു ചോദ്യം ചെയ്യലിന്റെ ഒന്നും ആവശ്യം നിയമപരമായി നിബന്ധനയായി മുന്നോട്ട് വെക്കാനാവില്ല. കാരണം ബലാത്സംഗ കുറ്റം ആരോപിക്കപ്പെടുന്ന ഒരാളെ നേരിട്ട് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ, അത് അയാൾക്ക് ആന്റിസിപ്പേറ്ററി ബെയിൽ ഇല്ലാത്തിടത്തോളം കാലം അന്വേഷണ സംഘത്തിന് ഒരു തടസ്സവുമില്ല. ഇനി വേണമെങ്കിൽ ഇത് പഴയ കേസാണ്, അതിൻ്റെ ചില വിവരങ്ങൾ കൂടി ക്ലാരിഫൈ ചെയ്യണമെന്ന് വേണമെങ്കിൽ അന്വേഷണ സംഘത്തിന് തീരുമാനിക്കാം. ഇന്നലെയോ മിനിയാന്നോ പെട്ടെന്നോ ഉണ്ടായൊരു സംഭവവികാസമല്ല എന്നുള്ളൊരു ആനുകൂല്യം സിദ്ദീഖിന് ആ കാര്യത്തിൽ വേണമെങ്കിൽ ലഭിക്കാം. അങ്ങനെയാണെങ്കിൽ അയാളെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൽ അറസ്റ്റിലേക്ക് കടക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അറസ്റ്റിലേക്ക് കടക്കാൻ ആവശ്യമായ തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ചില പഴയകാല ചരിത്രങ്ങൾ കൂടി നമുക്ക് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ ചോദ്യം ചെയ്യുമ്പോൾ അന്ന് ഞാൻ രാത്രി 1 മണിക്ക് അവിടെ ആലുവ പോലീസ് ക്ലബിൽ റിപ്പോർട്ടിങ്ങിനായി നിൽക്കുമ്പോൾ വന്ന ഒരാളാണ് സിദ്ദീഖ്. കാരണം സിനിമാ മേഖലയിൽ നിന്നോ രാഷ്ട്രീയ മേഖലയിൽ നിന്നോ പൊതുമേഖലയിൽ നിന്നോ ഒരാളും ആ ദിലീപ് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് അവിടെ വന്നിരുന്നില്ല. പക്ഷേ തൻ്റെ ഒരു സഹപ്രവർത്തകൻ ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ എത്തുകയും അദ്ദേഹത്തെ ഇറങ്ങി വരുമ്പോൾ സ്വീകരിക്കാൻ വരികയും ചെയ്ത ഒരാളാണ് സിദ്ദീഖ്. പക്ഷേ അതേ ദുരവസ്ഥയിലേക്ക് പിന്നീട് അമ്മ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട സിദ്ദീഖ് ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിധി വൈപരീത്യം എന്ന് പറയേണ്ടി വരും. കാരണം സിദ്ദീഖിന് ഇപ്പോൾ ജയിലിലേക്കുള്ള വഴി തുറന്നിരിക്കുകയാണ് ഇന്നത്തെ ഹൈക്കോടതി വിധി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഏതാണ്ട് ഉറപ്പാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കും എന്ന കാര്യത്തിൽ. ഒപ്പം നമുക്ക് ചേർത്ത് വായിക്കേണ്ട കാര്യം, ഇതേ ബെഞ്ച് ഈ മുൻകൂർ ആന്റിസിപ്പേറ്ററി ബെയിലുകൾ പരിഗണിക്കുന്ന ജസ്റ്റിസ് CS ഡേസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ മുമ്പാകെ 10ഓ 18ഓ ഈ ഇത്തരം കേസുകൾ ഈ സമീപ ദിവസങ്ങളിൽ വന്നു. കാരണം എല്ലാം ഈ സിനിമാ മേഖലയിലെ അക്രമങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ചില നടന്മാർക്കെതിരെയുള്ളതാണ്, പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കെതിരെയുള്ളതാണ്. 10-15 കേസുകൾ വന്നു. അതിലെല്ലാ കേസുകളിലും പല കാരണങ്ങളാൽ ഒന്നുകിൽ തീർപ്പാക്കുകയോ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം നൽകുകയാണ് കോടതി ചെയ്തത്. കാര്യത്തിൽ ഇത്തരം പഴയ കേസുകളുടെ കാര്യത്തിൽ അല്പം ലിബറലായ ഒരു ബെഞ്ചാണത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് നമുക്ക് ഈ മുൻ അനുഭവങ്ങളിൽ നിന്ന് ഓർമ്മിച്ചെടുക്കാവുന്ന ഒരു കാര്യം. പക്ഷേ ഈ കേസിൽ, ഈ സിദ്ദീഖിന്റെ കേസിൽ മാത്രം ഒരു വിട്ടുവീഴ്ചയ്ക്കും ജസ്റ്റിസ് CS ഡേസ് തയ്യാറായില്ല. ഈ നടിയുടെ മൊഴി വിശ്വാസയോഗ്യമാണ് എന്ന് കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഈ കാലപ്പഴക്കമൊക്കെയാണ് സിദ്ദീഖ് പറഞ്ഞിരുന്നൊരു ന്യായം, പഴയ ഒരു കഥയുമായി വന്നിരിക്കുകയാണെന്നൊക്കെയാണ് സിദ്ദീഖിന്റെ അഭിഭാഷകൻ പ്രസക്തമാകുന്നത്. കാരണം ഈ നടി പറഞ്ഞ പരാതിയിൽ അനുസരിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. അവിടെയാണ് സാലി പറഞ്ഞ, നേരത്തെ സമാനമായ കേസുകൾ വന്നപ്പോൾ ലിബറൽ സ്വഭാവം സ്വീകരിച്ച ബെഞ്ച് പക്ഷേ സിദ്ദീഖിന്റെ കാര്യത്തിൽ അതെടുക്കാതിരുന്നത് ആ തെളിവുകളുടെ ബലം കൊണ്ട് തന്നെയല്ലേ?
തീർച്ചയായിട്ടും തെളിവുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. തെളിവുകളുടെ പ്രാഥമിക വിവരങ്ങളാണ് ആൻറ്റിസിപ്പേറ്ററി ബെയിലുകളിൽ കോടതി പ്രാഥമികമായി മാത്രം പരിശോധിക്കുക. ബാക്കി കുറ്റപത്രം നൽകിയതിന് ശേഷം കുറ്റവിചാരണ ഘട്ടത്തിലാണ് കോടതി പരിശോധിക്കുക. പക്ഷേ ഇയാൾ ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെടുത്താവുന്ന സാഹചര്യ തെളിവുകളും ഈ ഇരയുടെ മൊഴിയും ഒക്കെ വിശ്വാസയോഗ്യമാണോ എന്ന് പ്രാഥമികമായ ഒരു പരിശോധനയാണ് കോടതി നടത്തുക. പ്രാഥമികമായ പരിശോധനയിൽ നേരിയ സംശയം തോന്നിയാൽ കോടതി ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്ത് അല്ലെങ്കിൽ നോട്ട് ടു അറസ്റ്റ് കൊടുത്ത് തൽക്കാലം ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നോളൂ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുക. പക്ഷേ ഈ കേസിൽ അന്വേഷണ സംഘത്തിൻ്റെ മികവും മിടുക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. അന്വേഷണ സംഘത്തിൽ ഈ പരാതിക്കാരിക്കുണ്ടായിരുന്ന വിശ്വാസം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെ നിയമിച്ച സർക്കാരിൽ ഉണ്ടായ വിശ്വാസവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് പഴയ കാര്യമാണ്. പണ്ട് 2016 നടന്നൊരു ഇൻസിഡൻറ്റിൽ ഇത്ര വർഷങ്ങൾക്ക് ശേഷം പരാതി നൽകാനുള്ള ആത്മവിശ്വാസം ഈ നടിക്ക് ഉണ്ടാക്കിയത് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടെടുത്ത നടപടിക്രമങ്ങൾ തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ഹേമ കമ്മിറ്റി മുമ്പാകെ മൊഴി നൽകുകയോ പരാതി ഉന്നയിക്കുകയോ ചെയ്ത ഒരു യുവനടിയല്ല ഇത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അതിൻ്റെ തുടർ നടപടികളുടെ ഭാഗമായി ഒട്ടേറെ വെളിപ്പെടുത്തലുകൾ വന്നു. അങ്ങനെ വെളിപ്പെടുത്തലുകൾ വരികയും പരാതിയായി ഉയരുകയും ചെയ്തൊരു കേസാണ്. അതിനർത്ഥം ഈ സർക്കാരിലും പ്രത്യേക അന്വേഷണ സംഘത്തിലും ഈ നടിക്കുണ്ടായ വിശ്വാസം തന്നെയാണ് ഈ കേസ് തുറന്ന് വീണ്ടും ഓപ്പൺ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. ഒരു കാര്യം ഉറപ്പാണ്, സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം സമാനതകളില്ലാത്തൊരു തിരിച്ചടിയാണിത് എന്ന കാര്യത്തിൽ തർക്കമില്ല. സിദ്ദീഖിന് ഇരുമ്പഴിക്കുള്ളിലേക്കുള്ള വാതിൽ തുറന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുക. ഇത് വലിയൊരു സന്ദേശമാണ്. അതുകൊണ്ട് തന്നെ സിദ്ദീഖിന് മുൻകൂർ ജാമ്യം ഇല്ല എന്നുള്ള വാർത്ത സമാനമായ രീതിയിൽ പീഡനങ്ങൾ അനുഭവിച്ച ഒട്ടേറെ പേർക്ക് കോടതി മുമ്പാകെ എത്താനും അന്വേഷണ സംഘത്തിന് മുമ്പാകെ എത്താനും ഒരാത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകം കൂടിയാണിത് എന്ന കാര്യത്തിലും തർക്കമില്ല. അതുകൊണ്ടുകൂടിയാണ് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു വിധിയാണിത് എന്ന കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഏതായാലും കോടതിയുടെ വിധിപ്പകർപ്പ് അല്പസമയത്തിനകം ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോടതി എന്തൊക്കെ നിഗമനങ്ങളിലേക്ക് എത്തി എന്നതും പ്രധാനമാണ്. അന്വേഷണ സംഘത്തെ കാര്യമായി സ്വാധീനിക്കുന്ന നിഗമനങ്ങൾ അതിലുണ്ടെങ്കിൽ ഒരു അമാന്തവുമില്ലാതെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയും. ഇനി നമുക്കറിയേണ്ടത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണ സംഘമാണ്. മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസായതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണ സംഘമാണ് ഇക്കാര്യത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. അവരുടെ നടപടി എന്താണെന്നുള്ളതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ. സിദ്ദീഖ് വീട്ടിലുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രി വരെ വീട്ടിലുണ്ടായിരുന്നു. ആലുവയിൽ ഒരു മകന്റെ വീടുണ്ട്, അവിടേക്ക് മാറി എന്നും കേൾക്കുന്നുണ്ട്. എന്താണെങ്കിലും കൊച്ചിയിലുണ്ടെങ്കിൽ കൊച്ചിയിൽ വന്ന് അന്വേഷണ സംഘത്തിന് അറസ്റ്റ് ചെയ്യുന്നതിന് നിയമപരമായി ഒരു തടസ്സവും ഇപ്പോഴത്തെ സാഹചര്യത്തിലില്ല. അല്ലെങ്കിൽ വേണമെങ്കിൽ തിരുവനന്തപുരത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി പ്രത്യേക അന്വേഷണ സംഘത്തിന് അറസ്റ്റ് രേഖപ്പെടുത്താവുന്നതാണ്. അറസ്റ്റ് ഒഴിവാകുന്ന ഒരു സാഹചര്യം ഇപ്പോഴില്ല എന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാം. തീർച്ചയായും സാലി പറഞ്ഞു. എന്തായാലും അറസ്റ്റിന്റെ കാര്യത്തിൽ തർക്കമില്ല. സാലി ഇത് സംസാരിച്ചപ്പോൾ ഞാൻ നേരത്തെ സാലി പറഞ്ഞൊരു കാര്യം ഓർക്കുകയായിരുന്നു. അതായത് ദിലീപ് അറസ്റ്റിലായ സമയത്ത് അന്ന് സാലി അടക്കം അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ സിദ്ദീഖ് അന്ന് അവിടെ വന്നിരുന്നു. അന്ന് നിങ്ങളൊക്കെ പ്രതികരണം ചോദിച്ചപ്പോൾ എൻ്റെ ഒരു സഹപ്രവർത്തകരെ ചോദ്യം ചെയ്യുന്നു, അതിൻ്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് സിദ്ദീഖിൻ്റെ മറുപടിയും നമ്മുടെ മുൻപിലുണ്ട്. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു. താങ്കളുടെ ഒരു സഹപ്രവർത്തകയ്ക്ക് നേരെയല്ലേ ഈ പറയുന്ന ആക്രമണം ഉണ്ടായത്? എന്തുകൊണ്ട് അവരോടൊരു ഐക്യദാർഢ്യം താങ്കൾ പ്രഖ്യാപിക്കുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അന്ന് നമ്മളടക്കം ഉന്നയിച്ചിരുന്നു. മറുപടി കിട്ടിയിരുന്നില്ല. കാലം മുന്നോട്ട് പോകുമ്പോൾ സാലി പറഞ്ഞതുപോലെ ഇതാ ദിലീപിൻ്റെ സ്ഥാനത്തേക്ക് സിദ്ദീഖ് വരികയാണ്. മനു, അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ നടിക്കൊപ്പം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് രംഗത്ത് വന്ന ഒരാളാണ് സിദ്ദീഖ്. നമുക്കറിയാം, ആ സംഭവം ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം മറൈൻ ഡ്രൈവിൽ താരസംഘടന സംഘടിപ്പിച്ച ഒരു പ്രതിഷേധ കൂട്ടായ്മയിൽ സിദ്ദീഖും പങ്കെടുത്തു. നടിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഏറ്റവും കൗതുകകരമായ കാര്യം, ദിലീപിനെതിരെ ആദ്യ മൊഴി നൽകിയ ഒരാൾ സിദ്ദീഖ് ആയിരുന്നു എന്നുള്ളതാണ്. ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ഈ അക്രമത്തിനിരയായ നടിയും ദിലീപും തമ്മിൽ മുൻവൈരാഗ്യമുണ്ടെന്ന ആദ്യ മൊഴി അന്വേഷണ സംഘത്തിന് കൊടുക്കുന്നത് സിദ്ദീഖാണ്. പക്ഷേ അതൊരു തന്ത്രമായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായത്. തുടർ മൊഴികളെല്ലാം ദിലീപിന് അനുകൂലമായിരുന്നു. നടിയെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നതായിരുന്നു ഈ സിദ്ദീഖ്. തുടർന്ന് അന്വേഷണ സംഘത്തിന് മുമ്പായി നൽകിയ മൊഴിയും കോടതിയിൽ നൽകിയ മൊഴിയും അതാണ് എന്ന് നമുക്കിപ്പോൾ ഔദ്യോഗികമായി പറയാൻ കഴിയില്ല. കാരണം അത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയിരുന്നു മൊഴിയെടുക്കൽ എന്നുള്ളത് കൊണ്ട് തന്നെ കോടതിയിൽ എന്ത് പറഞ്ഞു എന്നുള്ളത് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിന് നിയമപരമായ തടസ്സമുണ്ട്. പക്ഷേ അന്വേഷണ സംഘത്തിന് കൊടുത്ത മൊഴി ഇത് തന്നെയായിരുന്നു. അന്വേഷണ സംഘം മുമ്പാകെ സിദ്ദീഖ് തുടക്കത്തിൽ പറഞ്ഞത് ദിലീപിന് എതിരായ മൊഴിയും അന്വേഷണം മുറുകിയപ്പോൾ ദിലീപിനെ രക്ഷിക്കാനുള്ള മൊഴി നൽകിയ തന്ത്രപൂർവമായ മൊഴി നൽകിയ ഒരാളാണ് സിദ്ദീഖ്. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ദിലീപിന് വേണ്ടി പരസ്യമായി രംഗത്തിറങ്ങിയ ഒരാൾ
ഇപ്പോൾ അതേ കുറ്റകൃത്യത്തിന് ജയിലിൽ ആകാൻ പോകുന്നു, ഇരുമ്പഴിക്കുള്ളിൽ ആകാൻ പോകുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. അതേതായാലും വലിയൊരു സന്ദേശം സമൂഹത്തിന് നൽകുന്നുണ്ട് സർക്കാർ എടുത്ത സമീപനം, SITയുടെ അന്വേഷണ മികവ്, കോടതി അക്കാര്യത്തിലെടുത്ത വളരെ പുരോഗമനപരമായ സമീപനം, ഇതെല്ലാം ചേർത്ത് വായിച്ചാൽ ഈ സമാന കുറ്റകൃത്യങ്ങൾ ഏർപ്പെടാൻ ശ്രമിക്കുന്നവർ എത്ര പ്രമുഖരായാലും അവർക്കുള്ള തിരിച്ചടി സമീപ ഭാവിയിൽ തന്നെ കാത്തിരിക്കുന്നുണ്ടാവും എന്നുള്ളൊരു സന്ദേശം നൽകുന്ന ഒരു വിധി കൂടിയാണിത്. അതുകൊണ്ടുകൂടിയാണ് സിദ്ദീഖിനെ മാത്രം ബാധിക്കുന്നതല്ല, സമാന കുറ്റകൃത്യത്തിന് വേണ്ടി ശ്രമിക്കുന്ന എത്ര വമ്പന്മാരായാലും അവർക്കെല്ലാമുള്ള തിരിച്ചടിയും സന്ദേശവും കൂടിയാണ് ഇന്നത്തെ കോടതിയുടെ തീരുമാനം. ഇനി അറിയേണ്ടത് സിദ്ദീഖിന്റെ കാര്യത്തിൽ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അല്ലേ സാലി, ആ പഴയ കളികൾ നടക്കില്ല, അത് മനസ്സിലാക്കിയിട്ടുണ്ടാകാം ഈ വിധിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ. അത് മാത്രമല്ല തീർച്ചയായും വലിയ സന്ദേശം. തീർച്ചയായും ഈ വിധിയുടെ ഇന്നത്തെ വിധിയുടെയും സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിയമിച്ചതു മുതൽ, ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചതു മുതൽ, അതിന്റെ റിപ്പോർട്ട് പുറത്തു വന്ന് പ്രത്യേക അന്വേഷണ സംഘം നിയോഗിച്ചത്, അതിൽ 3-4 വനിതാ IPS ഉദ്യോഗസ്ഥരെ നിയമിച്ചത്, അവർ എടുത്ത സ്റ്റെപ്പുകൾ, സർക്കാർ അവർക്ക് നൽകിയ സമ്പൂർണ്ണ അധികാരം, ഇതെല്ലാം കൂടി ചേർത്ത് വായിച്ചാൽ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്: പഴയതുപോലെ കാര്യങ്ങൾ ഇനി നടക്കില്ല എന്നുള്ളത് തന്നെയാണ്. അവർ എത്ര കൊലകൊമ്പന്മാരായാലും ഈ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ നടത്തുന്നവർ നിയമത്തിൻ്റെ മുന്നിൽ ഉത്തരം പറഞ്ഞേ മതിയാവൂ എന്നുള്ളൊരു സാഹചര്യം കേരളത്തിൽ സംജാതമായിരിക്കുന്നു എന്നുള്ളതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെയും തുടർന്ന് വന്ന തുടർ നടപടികളുടെയും ഫലമായിട്ടുണ്ടായിരിക്കുന്ന ഒരു സന്ദേശം. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഇന്ന് ജസ്റ്റിസ് CS ഡേസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ചിരിക്കുന്ന വിധി. ആ വിധിന്യായത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ ഇരയുടെ മൊഴിയെ സംശയിക്കേണ്ട സാഹചര്യമില്ല, അതുകൊണ്ട് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ നൽകാനാവില്ല എന്ന് തന്നെയാണ് ജസ്റ്റിസ് CS ഡേസ് അസന്നിഗ്ധമായി ഈ വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ വിധിയിൽ കൂടുതൽ നിഗമനങ്ങൾ ഉണ്ടോ എന്നുള്ളത് അറിയാൻ കഴിയും. എങ്കിൽ അത് കൂടുതൽ ശക്തവുമായിരിക്കും. ഒരു കാര്യം ഉറപ്പാണ്, അന്വേഷണ സംഘത്തിന് ഇനി തുടർ നടപടികളിലേക്ക് കടക്കാം. അത് എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച് എന്നത് മാത്രമാണ് അന്വേഷണ സംഘത്തിന് തീരുമാനിക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കുന്നു സിദ്ദീഖ് കൊച്ചിയിലുണ്ട് എന്ന് തന്നെയാണ്. സിദ്ദീഖിനെ ട്രാക്ക് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു അദ്ദേഹം ഇവിടെ. അപ്പോൾ അതിനുശേഷം എങ്ങോട്ടെങ്കിലും മാറിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഈ വിധി അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നോ എന്നറിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവണം. കാരണം ആ കോടതിയിൽ ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിലുമായി നടന്ന വാദം കേട്ട ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് വ്യക്തമായി പറയാൻ കഴിയും. കാരണം കൃത്യമായി എണ്ണി പ്രോസിക്യൂഷൻ എന്തൊക്കെ തെളിവുകൾ സിദ്ദീഖിനെതിരെ ഉണ്ട്, നടിയുടെ മൊഴിയുടെ പിൻബലമായി നൽകുന്ന സാഹചര്യ തെളിവുകൾ എന്തൊക്കെയാണ് എന്ന് പ്രോസിക്യൂഷൻ കൃത്യമായി കോടതിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് പോലീസ് എടുത്ത ആ കൃത്യമായ സമീപനം തന്നെയാണ് ഇപ്പോൾ ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ, മുൻകൂർ ജാമ്യം തള്ളുന്നതിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി ഉള്ള നടപടികളാണ് പ്രധാനപ്പെട്ടത്. അതിൽ എവിടെ വെച്ച്, എപ്പോൾ, എങ്ങനെ അറസ്റ്റ് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊരു പക്ഷേ അല്പസമയത്തിനകം അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ കരുതുന്നത്. ഏതായാലും കടുത്ത നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇയാളെ ഇനി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യണം എന്നൊന്നും നിയമം അനുശാസിക്കുന്നില്ല. കാരണം IPC 376 ആണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. പ്രാഥമിക അന്വേഷണത്തിൽ അതിൽ മൊഴികളെല്ലാം വിശ്വാസയോഗ്യമാണ് എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. അത് കോടതി ഒരു പരിധിവരെ ഇപ്പോൾ ശരിവെച്ചിട്ടുണ്ട്. ഇനി അയാൾ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായി അന്വേഷണ സംഘം ചെയ്യാൻ പോകുന്നത്. അത് ഉടനുണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. നടൻ സിദ്ദീഖിന് വലിയ തിരിച്ചടി. സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യം അപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സിദ്ദീഖിന്റെ അറസ്റ്റ് എപ്പോൾ ഉണ്ടാകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ സാലി പറയുന്നതനുസരിച്ച് ഇന്ത്യൻ ശിക്ഷാ നിയമം 376 വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. അത് പ്രകാരം ഇനി സിദ്ദീഖിനെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല, ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം കൃത്യമായി കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു ഈ തെളിവുകൾ വളരെ വ്യക്തവും സുവ്യക്തവുമാണെന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്റ്റ് അറസ്റ്റിലേക്ക് കടക്കാനുള്ള നിയമപരമായ അധികാരം അന്വേഷണ സംഘത്തിന് ഈ ഘട്ടത്തിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരിട്ട് അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയാണോ, അതോ ഒരുപക്ഷേ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിന് ശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകുന്നതിനാണോ അന്വേഷണ സംഘം തീരുമാനിക്കുന്നത് എന്നതാണ് ഇനി നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഏതായാലും ഹൈക്കോടതി പരാമർശങ്ങൾ വളരെ നിർണായകമാണ്. വിധിയുടെ പകർപ്പ് അല്പസമയത്തിനകം ഹൈക്കോടതി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. ആ സമയത്ത് അത് പ്രേക്ഷകരുടെ മുൻപിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ഏറ്റവും പ്രധാനമായത് കോടതി ഇന്ന് നിരീക്ഷിച്ചത് ഈ സാഹചര്യ തെളിവുകൾ വളരെ ശക്തമാണ്. സിദ്ദീഖിന്റെ വാദങ്ങളെല്ലാം പ്രതിരോധിക്കുന്നതാണ് തെളിവുകൾ എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ ആ മികവ്. ഒപ്പം തന്നെ ഇവിടെ സർക്കാർ സ്വീകരിച്ച നടപടി. കാരണം ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയ നടിയല്ല, അതിന് ആ റിപ്പോർട്ടിന്റെ തുടർച്ചയിൽ പിന്നീട് വന്ന ഡെവലപ്മെന്റ്സിന്റെ പശ്ചാത്തലത്തിൽ കേസ് കൊടുത്ത, പരാതി കൊടുത്ത നടിയുടെ പരാതിയിലാണ് ഇപ്പോൾ ഈ അറസ്റ്റ്, ഈ മുൻകൂർ ജാമ്യം തള്ളുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ
കാര്യങ്ങൾ പോയിരിക്കുന്നത്. ആ നടി തുടക്കത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, എനിക്ക് സംസ്ഥാന സർക്കാരിലും ഈ അന്വേഷണ സംഘത്തിലും വലിയ വിശ്വാസമുണ്ട് എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് അന്ന് അവർ പറഞ്ഞിരുന്നത്. ഏതായാലും ഇനി അറസ്റ്റ് എപ്പോൾ ഉണ്ടാകും എന്നത് മാത്രമാണ് അന്വേഷണ സംഘത്തിൻ്റെ മുൻപിലുള്ള, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലോട്ട് കേരളം വയ്ക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യമെന്ന് പറയുന്നത്.